ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അരി കുതിർത്ത് വെക്കാനോ അരക്കാനോ ഒന്നും നിൽക്കണ്ട. ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം റവ പൊടിച്ചെടുക്കലാണ്. ഒരു കപ്പ് റവ മിക്സി ജാറിലിട്ടിട്ട് 2 മിനിറ്റ് അടിച്ചെടുത്താൽ ഇതുപോലെ നല്ല പൗഡറായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. ചോറിപ്പോൾ ഞാൻ 1/2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പും പിന്നെ നമുക്ക് ചെറിയൊരു മധുരം വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ ഇതാ 1 ടീസ്പൂണ് ഈസ്റ്റും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് കഴിയുമ്പോൾ മാവ് കുറച്ച് കട്ടി ഉണ്ടാകും. അപ്പോൾ അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. മാവ് അധികം ലൂസായി പോകരുത്. നമ്മൾ ദോശമാവിൻ്റെയും പാലപ്പത്തിൻ്റെ എല്ലാം ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കട്ടിയിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. തിളക്കുന്ന വെള്ളമൊന്നും ഒഴിച്ച് വയ്ക്കരുത് കേട്ടോ. ഇനി നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. പിന്നെ നമ്മൾ സാധാരണ അരി അരച്ചിട്ട് പൊങ്ങി വരുമ്പോൾ അത്രയ്ക്ക് അങ്ങ് പൊങ്ങി വരില്ല. കാരണം നമ്മളിത് 2 മണിക്കൂറല്ലേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഇത്രയും നമുക്ക് പൊങ്ങി കിട്ടും. ഇനി നമുക്ക് ഇത് ചുടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഇന്ത്യാലയത്തിൻ്റെ കടായിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നോൺ സ്റ്റിക്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ മറ്റോ തേച്ചതിന് ശേഷം നമുക്കൊരു 2 സ്പൂൺ മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് പാലപ്പം റെഡി ആയിട്ട് കിട്ടും. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമ്മളിതിൽ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ്. ജോലിക്കെല്ലാം പോകുന്ന വീട്ടമ്മമാർക്കെല്ലാം നല്ല എളുപ്പമാണ്. അരിയൊന്നും അരക്കാതെ കുതിർക്കാതെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.